ഒരവസരം കൂടി കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? നിങ്ങളുടെ പാതി വഴിയിൽ നിന്ന് പോയ പഠനം പുനരാരംഭിക്കാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. മാസ്റ്റർ മൈൻഡ്സ് എഡ്യൂക്കേഷൻ. വെറും 6 മാസം കൊണ്ട് നിങ്ങൾക്കും നേടാം SSLC, +2 തോറ്റവർക്ക് തോറ്റ വിഷയങ്ങൾ എഴുതിയെടുക്കാവുന്നതാണ്. PSC, UPSC അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ, സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ബാച്ചുകൾ, ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകളുടെ സൗകര്യവും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മാസ്റ്റർ മൈൻഡ്സ് എഡ്യൂക്കേഷൻ, NSS കോളേജ് റോഡ്, നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. വെൽക്കം ടു മാസ്റ്റർ മൈൻഡ്സ് എഡ്യൂക്കേഷൻ ഓൺലൈൻ ക്ലാസ്സസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ബിസിനസ് സ്റ്റഡീസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വരുന്ന ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫസ്റ്റത്തെ 20 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവും, ആൻസറും അതിൻ്റെ താഴെ ഉണ്ടാവും. അതിൽ നമ്മൾ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണെന്നുള്ളത് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യനായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇതിൽ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് any kind of external devices like a compact disk for computer have become obsolete. Google with its Google Drive services, Apple with its iCloud offering enables the users store documents, photos, music and movies on a web-based servers. Identify the feature of business environment being described in the above lines. Okay, അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇതുവരെ ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ശരിക്കുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവിടെയാണ് തുടങ്ങുന്നത്. ഐഡൻറ്റിഫൈ ദ ഫീച്ചർ ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ് ബീയിങ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദ എബോ ലൈൻസ്. അപ്പോൾ നമ്മൾ ബിസിനസ് എൻവയോൺമെൻറ്റ് എന്നുള്ള ചാപ്റ്ററിൽ ബിസിനസ് എൻവയോൺമെൻറ്റ് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, അതിൻ്റെ ടൈപ്സ് എന്താണെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മുകളിൽ പറഞ്ഞ കാര്യത്തിൽ നിന്ന് ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ ഒരു ഫീച്ചർ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ മുകളിൽ പറഞ്ഞ കാര്യം എന്താണ് നമുക്ക് വായിച്ചിട്ട് നമുക്ക് മനസ്സിലാവണല്ലേ. അപ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? എനി കൈൻഡ് ഓഫ് എക്സ്റ്റേണൽ ഡിവൈസസ് ലൈക്ക് കോമ്പാക്ട് ഡിസ്ക്, അതായത് CD ഫോർ കമ്പ്യൂട്ടർ ഹാവ് ബിക്കം ഒബ്സൊലേറ്റ്. അതായത് CD ഒക്കെ എന്താണ് ഒബ്സൊലേറ്റ് ആയിപ്പോയി, അല്ലെങ്കിൽ കാലഹരണപ്പെട്ടു പോയി, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളത് ഉപയോഗിക്കുന്നില്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം എന്താണ്? ഗൂഗിൾ വിത്ത് ഇറ്റ്സ് ഗൂഗിൾ ഡ്രൈവ് സർവീസസ്, ആപ്പിൾ വിത്ത് ഇറ്റ്സ് ഐക്ലൗഡ് ഓഫറിംഗ് എനാബിൾസ് ദ യൂസേഴ്സ് ടു സ്റ്റോർ ഡോക്യുമെന്റ്സ്, ഫോട്ടോസ്, മ്യൂസിക് ആൻഡ് മൂവീസ് ഓൺ എ വെബ് ബേസ്ഡ് സർവീസ്. അതായത് എന്താണ്, ഇങ്ങനെ ഗൂഗിൾ സർവീസും അതുപോലെ തന്നെ ആപ്പിളിൻ്റെ ഐക്ലൗഡ് ഓഫറിംഗ് ഒക്കെ വന്നതുകൊണ്ട് എന്തുണ്ടായി, നമുക്കിപ്പം ഫോട്ടോസും വീഡിയോസും ഡോക്യുമെന്റ്സും ഒക്കെ അതിൽ സേവ് ചെയ്യാൻ പറ്റും. അപ്പം എന്താണ്, അങ്ങനെ സേവ് ചെയ്യുമ്പോൾ എന്താണ് ഒന്നും കൂടി അതെന്തായി ആളുകൾക്ക് ഉപകാരം, അല്ലെങ്കിൽ മറ്റേ CD-നെക്കാളും കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയി മാറിയില്ലേ. അപ്പോൾ എന്താണ് അവിടെ ഈ CD എന്നുള്ള സാധനം ഇതൊക്കെ വന്നതോടുകൂടി, ഗൂഗിൾ ഡ്രൈവ് സർവീസും ഐക്ലൗഡ് ഓഫറിങ്സും ഒക്കെ വന്നതോടുകൂടി CD എന്നുള്ള സാധനമൊക്കെ എന്തായി പോയി എന്നാണ് പറയുന്നത്, ഒബ്സൊലേറ്റ് ആയി പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു മീനിങ് ആയിട്ട് വരുന്നത്. അതായത് ഫോട്ടോസും വീഡിയോസും ഡോക്യുമെൻറ്റ്സും ഒക്കെ നമുക്ക് സേവ് ചെയ്യാൻ ഒന്നും കൂടി മെച്ചപ്പെട്ട ഒരു ടെക്നോളജി വന്നു. അപ്പോൾ എന്താണ് ആദ്യം ഉണ്ടായിരുന്ന ആ കാര്യങ്ങളൊക്കെ പോയി, അല്ലെങ്കിൽ CD ഒക്കെ ഇപ്പോൾ ഇല്ല, ആരും ഉപയോഗിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ ഫീച്ചർ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത്? ഓപ്ഷൻസ് ആയിട്ട് 4 ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. ഒന്ന് സം ടോട്ടൽ ഓഫ് ഓൾ ഫാക്ടേഴ്സ്, 2 ഇൻ്റർ റിലേറ്റഡ്നെസ്, ദെൻ അൺസർട്ടനിറ്റി ആൻഡ് കോംപ്ലക്സ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്താണ് ബിസിനസ് എൻവയോൺമെൻറ്റ് ഫീച്ചറാണ്. അതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യത്തിന് മാച്ച് ആയിട്ടുള്ള ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ ഫീച്ചർ എന്താണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ എന്താണ് സാധനങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി വന്ന CD ഒക്കെ പോയി, പുതിയ കാര്യങ്ങൾ വന്നപ്പോൾ പഴയതൊക്കെ പോയി എന്നാണ് പറയുന്നത്. ബിസിനസ് പറയുമ്പോൾ അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? ബിസിനസ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതാണല്ലേ. ഒരിക്കലും നമുക്ക് എന്താക്കാൻ പറ്റില്ല, പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഭാവിയിൽ എന്ത് വരും. ഇപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് ഇറക്കിയെന്നുണ്ടെങ്കിൽ നമുക്ക് എന്നും ഇപ്പോൾ ആ പ്രൊഡക്റ്റ് നമുക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്തിരിക്കാൻ പറ്റും നമ്മൾ വിചാരിക്കേണ്ട. കാരണം എന്താണ്, പുതിയ പുതിയ കോമ്പറ്റീറ്റേഴ്സ് വരും, അതിലും വലിയ ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ് വരും. അപ്പോൾ എന്താണ് നമ്മളും എപ്പോഴും ഇങ്ങനെ അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കണം. അപ്പോൾ ബിസിനസ് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഒരിക്കലും എന്താണ് നമ്മൾ വിചാരിക്കുന്ന പോലെ പോകുന്ന ഒരു കാര്യമല്ല ഈ ബിസിനസ് എന്ന് പറയുന്നത്. സോ എന്താണ് ഇതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഏതായിരിക്കും? സം ടോട്ടൽ ഓഫ് ഓൾ ഫാക്ടേഴ്സ് അല്ല, ഇൻ്റർ റിലേറ്റഡ്നെസ് അല്ല, ഏതായിരിക്കും? ഓപ്ഷൻ സി, അൺസർട്ടനിറ്റി അല്ലേ. അതായത് ബിസിനസ് എന്ന് പറയുന്നത് എന്താണ്, അൺസർട്ടൈൻ ആണ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് എപ്പോഴും ബിസിനസ്സിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസം കൂടുന്തോറും, അല്ലെങ്കിൽ ഓരോ കാലം കഴിയുന്തോറും എന്തുണ്ട്, ടെക്നോളജിയിൽ അഡ്വാൻസ്മെൻറ്റ് വരുന്നുണ്ട്, പുതിയ പുതിയ ഫീച്ചേഴ്സ് ഓരോ പ്രൊഡക്റ്റിൽ ആഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് ബിസിനസ് എന്ന് പറയുന്നത് ഒരിക്കലും എന്താണ്
ഒരു നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുന്ന പോലെ നടക്കുന്ന കാര്യങ്ങളല്ല ബിസിനസ് നടക്കുന്നത്. ബിസിനസ് എപ്പോഴും എന്താണ്, നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ, അൺസർട്ടൈൻ ആയിട്ട് നമുക്കൊരിക്കലും പ്രവചിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ഇതാണ് എന്തെന്ന് പറയുന്നത്, ബിസിനസ് എന്ന് പറയുന്നത്. സോ അപ്പോൾ ബിസിനസ് എൻവയോൺമെൻറ്റ് ഫീച്ചർ ആയിട്ടുള്ള അൺസർട്ടൈനിറ്റി, അതായത് നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ സംഭവിക്കുക, അങ്ങനെയുള്ള അൺസർട്ടൈൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്നാണ് ഈ ഒരു മുകളിൽ കൊടുത്ത സെൻറ്റൻസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇതിൽ നമ്മൾ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഇത് വായിക്കുക, അപ്പോൾ നമ്മൾ ഓരോ ഫീച്ചറും നോക്കുക, അപ്പോൾ ഇതിൽ ഏറ്റവും മാച്ച് ആയിട്ടുള്ള ഫീച്ചർ എന്താണെന്ന് നമ്മൾ ഓപ്റ്റ് ചെയ്ത് എഴുതുക. അതിൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി അൺസർട്ടനിറ്റി ആണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്, ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. ഓക്കെ, അതിൽ പറയുന്നത് ലിബറലൈസേഷൻ റെഫേഴ്സ് ടു ദ ലിബറലൈസേഷൻ. നമ്മൾ ബിസിനസ് എൻവയോൺമെൻറ്റിൽ തന്നെ ലിബറലൈസേഷൻ എന്താണ്, പ്രൈവറ്റൈസേഷൻ എന്താണ്, ഗ്ലോബലൈസേഷൻ എന്താണ്, അതൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ചോദിക്കുന്നത് എന്താണ്, ലിബറലൈസേഷൻ റെഫേഴ്സ് ടു ദ. ഓപ്ഷനായിട്ട് 4 പോയിന്റ്സ് തന്നിട്ടുണ്ട്. അതിൽ ലിബറലൈസേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് മീനിങ് വരുന്ന പോയിന്റ് എടുത്ത് എഴുതാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ്, ഒന്ന് ഇൻ്റഗ്രേറ്റിംഗ് ദ എക്കണോമി ഓഫ് എ കൺട്രി വിത്ത് ദ വേൾഡ് എക്കണോമി, അതായത് ഒരു രാജ്യത്തിൻ്റെ എക്കണോമിയെ വേൾഡ് എക്കണോമിയുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിന് ഒരു രാജ്യത്തിൻ്റെ എക്കണോമിയെ ലോക സാമ്പത്തിക വ്യവസ്ഥ അല്ലെങ്കിൽ ലോകത്തിലെ വേൾഡ് എക്കണോമിയുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് നമ്മൾ ഗ്ലോബലൈസേഷൻ എന്നാണ് പഠിച്ചത്. അപ്പോൾ അതിൻ്റെ ആൻസർ അതല്ല. അടുത്തെന്താണ്, റിഡക്ഷൻ ഇൻ ദ നമ്പർ ഓഫ് ഇൻഡസ്ട്രീസ് റിസർവ്ഡ് ഫോർ ദ പബ്ലിക് സെക്ടർ. പബ്ലിക് സെക്ടറിനായിട്ട് നമ്മൾ റിസർവ് ചെയ്ത് വെച്ചിട്ടുള്ള കുറേ സെക്ടർ അല്ലെങ്കിൽ കുറേ ഇൻഡസ്ട്രീസിൻ്റെ എണ്ണം ഗണ്യമായി കുറക്കുക എന്നുള്ളതാണ് ഓപ്ഷൻ ബി പറയുന്നത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രൈവറ്റൈസേഷൻ ആണ് കേട്ടോ അതിൻ്റെ മീനിങ് ആയിട്ട് വരുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പിന്നെ റെഡ്യൂസിങ് ദ റോൾ ഓഫ് പബ്ലിക് സെക്ടർ, അതായത് പബ്ലിക് സെക്ടറിൻ്റെ റോള് കുറക്കുക എന്നുള്ളതും അതും എന്താണ്, പ്രൈവറ്റൈസേഷൻ ആണ്, അതായത് സ്വകാര്യവൽക്കരണം. ലാസ്റ്റ് പോയിന്റ് എന്താണ്, പ്രോസസ് ഓഫ് എലിമിനേറ്റിംഗ് ദ അൺനെസസറി കൺട്രോൾസ് ആൻഡ് റെസ്ട്രിക്ഷൻസ്, അതായത് അൺനെസസറി ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസും കൺട്രോൾസും ഒക്കെ കുറക്കുക എന്നുള്ളത് എന്താണ്, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ലിബറലൈസേഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, പ്രോസസ് ഓഫ് എലിമിനേറ്റിംഗ് അൺനെസസറി കൺട്രോൾസ് ആൻഡ് റെസ്ട്രിക്ഷൻസ്, അതായത് അൺവാണ്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള നിയന്ത്രണങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ മോചിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ലിബറലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ക്വാട്ട, താരിഫ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ ലിബറലൈസേഷൻ എന്താ നമ്മൾ പഠിച്ച സമയത്ത് പഠിച്ചിട്ടുണ്ട്. സോ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, പ്രോസസ് ഓഫ് എലിമിനേറ്റിംഗ് ദ അൺനെസസറി കൺട്രോൾസ് ആൻഡ് റെസ്ട്രിക്ഷൻസ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, അതിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ ഡയമെൻഷൻസ് ഓഫ് ദ ബിസിനസ് എൻവയോൺമെൻറ്റ്. ഓക്കെ, അപ്പോൾ അതും നമ്മൾ എന്താണ്, ബിസിനസ് എൻവയോൺമെൻറ്റ് എന്നുള്ള ചാപ്റ്റർ പഠിച്ചപ്പോൾ നമ്മൾ ഡയമെൻഷൻസ് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ് ആയിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പം താഴെ കൊടുത്തവയിൽ അതിൽ ഏതാണ് അല്ലെങ്കിൽ ബിസിനസ് ഡയമെൻഷൻസ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ ഡയമെൻഷൻസ് അല്ലെങ്കിൽ ടൈപ്സ് ഒക്കെ പറയട്ടോ. അങ്ങനെ ആ താഴെ കൊടുത്തവയിൽ ഏതാണ് ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ ഡയമെൻഷൻസ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ എക്കണോമിക് ആൻഡ് സോഷ്യൽ, ഓപ്ഷൻ ബി ടെക്നോളജിക്കൽ ആൻഡ് എക്കണോമിക്, ഓപ്ഷൻ സി ലീഗൽ ആൻഡ് സോഷ്യൽ, ഓപ്ഷൻ ഡി ആൾ ഓഫ് ദ എബോവ്. അപ്പോൾ എന്താണ് നമ്മൾ പഠിച്ചപ്പോൾ ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ഡയമെൻഷൻസ് അല്ലെങ്കിൽ ടൈപ്സ് ആയിട്ട് നമ്മൾ ഈ പറഞ്ഞതൊക്കെ പഠിച്ചിട്ടുണ്ട്. എക്കണോമിക് എൻവയോൺമെൻറ്റ് ഉണ്ട്, സോഷ്യൽ എൻവയോൺമെൻറ്റ് ഉണ്ട്, ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ലീഗൽ എൻവയോൺമെൻറ്റ് ഉണ്ട്, പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് ഉണ്ട്, ഡെമോഗ്രാഫിക് എൻവയോൺമെൻറ്റ് ഉണ്ട്. അതൊക്കെ എന്താണ്, അതൊക്കെ ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ ഡയമെൻഷൻസ് ആണ്. സോ എന്താണ് ആൻസർ ആയിട്ട് വരുന്നത് ആൾ ഓഫ് ദ എബോവ് ആയിരിക്കും കേട്ടോ, കാരണം എല്ലാം ഉണ്ട്, നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, ആൾ ഓഫ് ദ എബോവ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ആൻഡ് എക്സാമ്പിൾസ് ഓഫ് എത്തിക്കൽ ബിസിനസ് പ്രാക്ടീസ് ഈസ്, അതായത് നമ്മൾ ബിസിനസ് എത്തിക്സ് എന്താണെന്ന് പഠിച്ചു, അതുപോലെ തന്നെ ബിസിനസ് റെസ്പോൺസിബിലിറ്റി എന്താണെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ബിസിനസ് എത്തിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം മോറൽ പ്രിൻസിപ്പിൾസ് ഫോളോഡ് ബൈ ബിസിനസ് ഓർഗനൈസേഷൻ ആണ് എന്ത് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. അതായത് ബിസിനസ് ഫോളോ ചെയ്യുന്ന കുറച്ച് നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ സൊസൈറ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് ബിസിനസ് അവർക്കൊക്കെ വേണ്ടി ചെയ്യുന്ന അല്ലെങ്കിൽ കുറച്ച് നല്ല സദാചാര മൂല്യങ്ങളെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബിസിനസ്സിൻ്റെ എത്തിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ താഴെ കൊടുത്തവയിൽ നിന്ന് ബിസിനസ് എത്തിക്സ് അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ എത്തിക്കൽ പ്രാക്ടീസ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്.
അപ്പോൾ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ എ, ടു ചാർജ് മാക്സിമം പ്രൈസസ് ഫ്രം ദ കസ്റ്റമേഴ്സിൽ നിന്ന് ഒരുപാട് പൈസ ഈടാക്കുക എന്നുള്ളത് ഒരു എത്തിക്കൽ പ്രാക്ടീസ് അല്ല. അപ്പോൾ ഉത്തരം അതല്ല. അടുത്തത് എന്താണ്? ടു യൂസ് ലെസ് വെയിറ്റ് ഫോർ കമ്മോഡിറ്റി, സാധനങ്ങൾക്കൊക്കെ വെയിറ്റ് കുറക്കുക അല്ലെങ്കിൽ ചെറിയ വെയിറ്റിൽ സാധനങ്ങൾ വിൽക്കുക എന്നുള്ളത്. അപ്പോൾ എന്താണ്? അതും ഒരു ബിസിനസ്സിന് നല്ലൊരു എത്തിക്കൽ പ്രാക്ടീസ് അല്ല. അടുത്തതാണെന്ത്? ടു പേ ടാക്സസ് ടു ഗവൺമെൻറ് കറക്റ്റ്ലി ആൻഡ് പ്രോംപ്റ്റ്ലി, അതായത് ഗവൺമെൻറ്റിന് കറക്റ്റായിട്ടും പ്രോംപ്റ്റായിട്ടും ടാക്സ് കൊടുക്കുക എന്നുള്ളത് അത് ബിസിനസ്സിൻ്റെ എന്താണ്? ഒരു എത്തിക്കൽ പ്രാക്ടീസ് ആണ് അല്ലേ? ബിസിനസ്സിൻ്റെ എത്തിക്കൽ പ്രാക്ടീസ് ആണ്. അപ്പോൾ എന്താണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ സി, ടു പേ ടാക്സസ് ടു ഗവൺമെൻറ് കറക്റ്റ്ലി ആൻഡ് പ്രോംപ്റ്റ്ലി. ലാസ്റ്റ് പറഞ്ഞത് എന്താണ്? ഇൻഡൽജൻ അൺഫെയർ ട്രേഡ് പ്രാക്ടീസ്, അതായത് അനാവശ്യമായ അല്ലെങ്കിൽ അന്യായമായിട്ടുള്ള കച്ചവടത്തിലൊക്കെ ഏർപ്പെടുക എന്നുള്ളതാണ്. അതും ഒരു എത്തിക്കൽ പ്രാക്ടീസ് അല്ല. സോ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, ടു പേ ടാക്സസ് ടു ഗവൺമെൻറ് കറക്റ്റ്ലി ആൻഡ് പ്രോംപ്റ്റ്ലി, കറക്റ്റായിട്ട് നമ്മൾ ഗവൺമെൻറ്റിന് ടാക്സ് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അതാണ് മൂന്നാമത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്, which of the following does not explain the impact of government policy changes on business and industry? ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് താഴെ പറയുന്നവയിൽ ഇമ്പാക്റ്റ് ഓഫ് ഗവൺമെൻറ് പോളിസി ചേഞ്ചസ് ഓൺ ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി അല്ലാത്തത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അതായത് താഴെ കൊടുത്ത പോയിന്റിൽ ഗവൺമെൻറ്റിൻ്റെ ഇമ്പാക്റ്റ് ഓഫ് ഗവൺമെൻറ് പോളിസി ചേഞ്ചസ് ഓൺ ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രിയിൽ എന്ന് നമ്മൾ ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരുപാട് ചേഞ്ചസ് നമ്മൾ എക്കണോമിക് പോളിസി, നമ്മൾ പ്രൈവറ്റൈസേഷൻ, ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ ഒക്കെ പഠിച്ചു. അതൊക്കെ എന്താണ്? നമ്മളുടെ ഗവൺമെൻറ് കൊണ്ടുവന്ന കുറച്ച് പോളിസി ചേഞ്ചസ് ആണ്. അത് കാരണം നമ്മൾ ബിസിനസ്, അതായത് നമ്മളുടെ ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ, അതിൻ്റെ ഇമ്പാക്റ്റ് എന്തൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ ഒരുപാട് പോയിന്റ്സ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? താഴെ കൊടുത്തവയിൽ അതല്ലാത്തത്, നമ്മൾ അന്ന് പഠിച്ചതല്ലാത്ത പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നത്. അതായത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് എക്സ്പ്ലെയിൻ ദ ഇമ്പാക്റ്റ് ഓഫ് ഗവൺമെൻറ് പോളിസി ചേഞ്ചസ് ഓൺ ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി, അതായത് ഗവൺമെൻറ് പോളിസി കൊണ്ടുവന്ന മാറ്റങ്ങൾ, ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രിയിൽ ഗവൺമെൻറ് പോളിസി ചേഞ്ചസ് കൊണ്ടുവന്ന മാറ്റങ്ങൾ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാത്ത പോയിന്റ് ഇതിൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ബിസിനസ് എൻവയോൺമെൻറ്റിൽ പഠിച്ചിട്ടുണ്ട്, ഇങ്ങനെ പ്രൈവറ്റൈസേഷൻ, ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ അങ്ങനെയുള്ള മാറ്റങ്ങൾ വന്നതുമൂലം നമ്മൾ ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതിൽ വന്ന മാറ്റങ്ങളിൽ നമ്മൾ ഇൻക്രീസിങ് കോമ്പറ്റീഷൻ പഠിച്ചിട്ടുണ്ട്, മോർ ഡിമാൻഡിങ് മാർക്കറ്റ് കസ്റ്റമേഴ്സ് പഠിച്ചിട്ടുണ്ട്, മാർക്കറ്റ് ഓറിയൻറ്റേഷൻ പഠിച്ചിട്ടുണ്ട്. അതിലില്ലാത്ത പോയിന്റ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ അഗ്രികൾച്ചർ പ്രൈസസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ അഗ്രികൾച്ചറൽ പ്രൈസസ് ആണ് കേട്ടോ. അപ്പോൾ നാലാമത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, ചേഞ്ച് ഇൻ അഗ്രികൾച്ചറൽ പ്രൈസസ്. ഓക്കെ, ഇനി അതിൽ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്, അതായത് താഴെ കൊടുത്ത പോയിന്റിൽ ബിസിനസ് എൻവയോൺമെൻറ്റ് ഫീച്ചർ അല്ലാത്ത പോയിന്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബിസിനസ് എൻവയോൺമെൻറ്റ് അതിൻ്റെ ഫീച്ചറൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് ആ ചാപ്റ്ററിൽ. അപ്പോൾ എന്താണ് അതിൽ പറയുന്നത്? ഇതിൽ താഴെ പറയുന്നവയിൽ ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ ഫീച്ചർ അല്ലാത്ത പോയിന്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഇതിൽ ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്. കണ്ടിന്യൂസ്, ഇൻ്റർ റിലേറ്റഡ് എലമെൻറ്റ്, ഡൈനാമിക്, കോംപ്ലക്സിറ്റി, അതെല്ലാം എന്താണ് ബിസിനസ് എൻവയോൺമെൻറ്റ് ഫീച്ചർ ആണ്. കണ്ടിന്യൂസ് എന്നുള്ള പോയിന്റ് എന്താണ്? ബിസിനസ് എൻവയോൺമെൻറ്റ് ഫീച്ചർ അല്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, കണ്ടിന്യൂസ് എന്നുള്ള പോയിൻ്റാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ്. ഇതിൽ നിന്ന് പറയുന്നത് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഒരു കൊടുത്ത ഓപ്ഷൻസ് എല്ലാം തെറ്റാണ്. ഓക്കെ, അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ്, പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കൊടുത്ത പോയിന്റ്സിലൊന്നും അതിന് ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ കൊടുത്തിട്ടില്ല. പക്ഷെ എന്താണ് പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസിൽ ഒരു പോയിന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെന്താണ്? റെഡ്യൂസ് അൺസർട്ടനിറ്റി, നമ്മൾ അൺസർട്ടനിറ്റി ഒക്കെ കുറക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഭാവിയിൽ എന്തൊക്കെ സംഭവിക്കുന്നുള്ള നമ്മളെ കുറച്ച് ക്യൂരിയോസിറ്റി, അല്ലെങ്കിൽ നമുക്ക് ഭാവിയിൽ ഉണ്ടാവാൻ പോകുന്ന നഷ്ടസാധ്യതകളൊക്കെ എന്താണ് മാക്സിമം കുറക്കുന്നുണ്ട്. സോ എന്താണ് ഇവിടെ ആൻസർ ഓപ്ഷൻ സി, റെഡ്യൂസ് ക്രിയേറ്റിവിറ്റി അല്ല, റെഡ്യൂസ് അൺസർട്ടനിറ്റി ആണ് കേട്ടോ, നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാണ് അഞ്ചാമതിലെ ഓപ്ഷൻസ് എല്ലാം തെറ്റാണ്. അപ്പോൾ നിങ്ങൾ ഉത്തരമായിട്ട് വരുന്ന പോയിന്റ് റെഡ്യൂസ് അൺസർട്ടനിറ്റി ആണ് കേട്ടോ, റെഡ്യൂസ് ക്രിയേറ്റിവിറ്റി അല്ല. ഇതൊക്കെ എന്താണ് സ്പെഷ്യലൈസേഷനൊക്കെ ഓർഗനൈസിങ്ങിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്ന പോയിൻ്റാണ്.
അപ്പോൾ ഇതിൽ ആൻസർ ആയിട്ട് വരെ റെഡ്യൂസ് അൺസർട്ടനിറ്റി ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഫസ്റ്റത്തെ 5 ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറുമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പറഞ്ഞു 20 ക്വസ്റ്റ്യൻ ആണല്ലേ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ളത്. ഇനി ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് ഇത്രയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.